ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ആശകളായിരം എന്ന മൂവിയാണ്. കഥയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് അജീഷ് എന്ന പയ്യനും അവന്റെ കൂട്ടുകാരും ചേർന്നിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ വെച്ചിട്ട് അവരുടെ ഷോർട്ട് ഫിലിമിന്റെ ഷൂട്ട് നടത്തുന്നതാണ്. പെർമിഷൻ ഒന്നും എടുക്കാതെ നടത്തിയത് കാരണം പോലീസുകാർ അവരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. കുറെ റിക്വസ്റ്റും ചെയ്ത് ഫൈനും അടിച്ചിട്ടാണ് അവർ അവിടെ നിന്നും ഇറങ്ങുന്നത്. അജീഷിന് വലിയൊരു സിനിമാ നടനാകണമെന്നാണ് ആഗ്രഹം. അതിനു വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. 18 വയസ്സുണ്ടെങ്കിലും അവൻ മറ്റു ജോലിക്കൊന്നും പോകാതെ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് നടക്കുകയായിരുന്നു. അജീഷിന്റെ അച്ഛനാണ് ഹരിഹരൻ. അയാൾ ഒരു മെഡിക്കൽ റെപ്പായിരുന്നു. അജീഷിനെ കൂടാതെ അയാൾക്കൊരു മകൾ കൂടിയുണ്ട്. കോയമ്പത്തൂർ PGക്ക് പഠിക്കുകയാണ്. അവളുടെ പഠന ചെലവും വീട്ടിലെ ചെലവുകളും വീട്ടുവാടകയും EMIയും അജീഷിന്റെ ബൈക്കിന്റെ CC എല്ലാം കൂടി വലിയൊരു തുക തന്നെ അയാൾക്ക് മാസം ചെലവിന് വേണം. അതിന്റെ കൂടെ അജീഷ് ജോലിക്ക് പോകാത്തത് കാരണം അയാൾക്ക് അവനോടൊരു ദേഷ്യം ഉണ്ടായിരുന്നു. അന്ന് അജീഷിന്റെ അമ്മ ആശയുടെ പിറന്നാളായിരുന്നു. അതേ ക്യാഷ് കൊടുത്ത് നല്ല കേക്ക് വാങ്ങാനൊന്നും ഹരിഹരന്റെ കയ്യിൽ പണമില്ല. അയാളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു കേക്ക് വാങ്ങി വീട്ടിലേക്ക് ചെല്ലുന്നു. അജീഷ് ആകട്ടെ അടുത്തുള്ള ആൾക്കാരെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ടുണ്ടായിരുന്നു. അജീഷ് ആശയ്ക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് ഒന്നും കൊണ്ടുവരില്ല എന്നാണ് ഹരിഹരൻ പ്രതീക്ഷിച്ചത്. എന്നാൽ അവനാകട്ടെ ആശയ്ക്ക് വേണ്ടി 750 രൂപ കൊടുത്ത ഒരു ചെരുപ്പ് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടയ്ക്ക് ഹരിഹരനാകട്ടെ അവനെ വിളിച്ചു ചോദിച്ചപ്പോൾ അവന്റെ കയ്യിൽ വെറും 36 രൂപ ബാലൻസ് ഉള്ളൂ എന്നാ പറഞ്ഞത്. ആരെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങിയതാണെന്ന് ഹരിഹരൻ ഊഹിക്കാമായിരുന്നു. ആഘോഷമൊക്കെ കഴിഞ്ഞ് എല്ലാരും പിരിഞ്ഞപ്പോൾ ഹരിഹരൻ ആശയോട് പറയുന്നുണ്ട്, നീ അവനെ ഒന്ന് ഉപദേശിക്കണമെന്ന്. അവന്റെ പ്രായത്തിലുള്ള ഒരു പയ്യന്റെ കയ്യിൽ വെറും 36 രൂപയാണ് ബാലൻസ്. വേറെ ജോലിക്കും പോകാതെ ഈ സിനിമ എന്ന് പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അവന്റെ ഭാവി തകരും. അവനെ നന്നായിട്ട് ഉപദേശിക്കാൻ വേണ്ടിയിട്ട് ആശ അവന്റെ റൂമിലേക്ക് ചെല്ലുന്നു. എന്നാൽ അവനാകട്ടെ ആശയോട് ഓരോ കാരണങ്ങൾ പറയുകയായിരുന്നു. സിനിമ എന്ന് പറഞ്ഞാൽ പെട്ടെന്നൊന്നും ചാൻസ് കിട്ടില്ല. കുറേയധികം ശ്രമിച്ചെങ്കിൽ മാത്രമേ ചാൻസ് കിട്ടൂ. ഒരു സിനിമയിൽ വന്ന് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടുമെന്നാണ് അജീഷ് പറയുന്നത്. കൂടാതെ ആ ചെരുപ്പിന് വേണ്ടിയിട്ട് കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയ 750 രൂപ അവന് തിരിച്ചു കൊടുക്കണം. പിന്നെ കൂട്ടുകാരുടെ കൂടെ ട്രിപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് കാശും കൂടെ വേണം. അച്ഛന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് വാങ്ങിച്ചു തരാനാണ് അജീഷ് ആശയോട് പറയുന്നത്. ഇവനോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ആശ ഈ കാര്യങ്ങളെല്ലാം പോയി ഹരിഹരനോട് പറയുന്നു. അജീഷ് കൂടുതൽ സമയം ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങി നടക്കും. ഇടയ്ക്കൊക്കെ ഒഡീഷ ഉള്ളപ്പോൾ അവിടെ പോകും. അങ്ങനെ ഒരു ഓഡീഷനിൽ വെച്ചിട്ട് റിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവൻ പരിചയപ്പെടുന്നു. അവന്റെ അഭിനയൊന്നും അത്ര നല്ലതല്ല എന്ന് റിയയ്ക്ക് മനസ്സിലായി. അവൾ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു പടത്തില് ചാൻസ് തരുമോ എന്ന് ചോദിച്ചായിരുന്നു അജീഷ് അവളുടെ പിന്നാലെ നടക്കാൻ തുടങ്ങിയത്. അവസരം വരുവാണെങ്കിൽ താൻ പറയാമെന്ന് റിയയും പറഞ്ഞു. ആശ വീട്ടിൽ ചെറുതായിട്ട് അച്ചാറൊക്കെ ഉണ്ടാക്കി വിൽക്കുമായിരുന്നു. അടുത്തുള്ള ആൾക്കാർക്ക് അച്ചാറിന് വരുമ്പോൾ അങ്ങനെ കാശ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ആശയുടെ മകളാകട്ടെ ഇങ്ങനെ ഫ്രീ സർവീസ് നടത്താതെ കാശ് വാങ്ങിയിട്ട് അച്ചാർ കൊടുക്കാനാണ് പറയുന്നത്. അറിയാവുന്ന ആൾക്കാരിലെ അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെ കാശ് വാങ്ങുമെന്നായിരുന്നു ആശ തിരിച്ചു പറയുന്നത്. ഹരിഹരന്റെ അയൽക്കാരനായ വെറ്റിനറി ഡോക്ടറായിരുന്നു റൊണാൾഡോ എന്ന് പറയുന്ന ഇയാൾ. എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഇയാളുടെ വീട്ടിലെ കാർ എടുത്തിട്ടായിരുന്നു അജീഷും കുടുംബം പുറത്തേക്ക് പോകുന്നത്. അയാളുടെ മകനായിരുന്നു അജീഷിന്റെ ബെസ്റ്റ് ഫ്രണ്ടും. അയാളുടെ മകളുമായിട്ടും അജീഷിന് നല്ല ബന്ധമാണുള്ളത്. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇടയ്ക്ക് അവളുടെ കയ്യിൽ നിന്ന് അജീഷ് കാശ് വാങ്ങാറുണ്ട്. അങ്ങനെയിരിക്കും ഒരു ദിവസം ഹരിഹരന്റെ ടീം ലീഡർ ആകട്ടെ ഹരിഹരനോട് പറയുന്നുണ്ട്, അവൾ ഓരോ മാസവും ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാതെയാണ് നിൽക്കുന്നത്. ഒരുപാട് ചെറുപ്പക്കാർ വരുന്ന ഫീൽഡാണ്. നിങ്ങളെ കൊണ്ട് പറ്റില്ലെങ്കിൽ നിങ്ങൾ ജോലി മതിയാക്കി വീട്ടിലിരിക്കുന്നതാ നല്ലതെന്ന്. എന്നാൽ തന്റെ ജോലിയും കൂടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്ന് ഹരിഹരൻ അറിയാം. അതുകൊണ്ട് അയാൾ കുറെ റിക്വസ്റ്റ് ചെയ്യുന്നു. അടുത്ത മാസം എന്തായാലും ടാർഗറ്റ് കംപ്ലീറ്റ് ആക്കാമെന്ന് പറയുന്നു. അങ്ങനെ ഈ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് റീൽ എടുക്കുന്നിടയിൽ ആക്സിഡന്റ് പറ്റിയെന്ന് പറഞ്ഞിട്ട് അജീഷിന്റെ ഫ്രണ്ടിന്റെ കോള് വരുന്നത്. ആകെ ടെൻഷനോട് കൂടി ഹരിഹരൻ അവിടെ ചെല്ലുമ്പോൾ അജീഷിനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. റീല് ഷൂട്ട് ചെയ്യുന്നിടയിൽ അവന്റെ ബൈക്ക് പോയി ഒരു കാറിന്റെ സൈഡിൽ ഇടിച്ചതായിരുന്നു. അവരാകട്ടെ കോമ്പൻസേഷൻ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ചെലവുകളെല്ലാം കഴിഞ്ഞിട്ട് ഹരിഹരന്റെ കയ്യിൽ അന്ന് ശമ്പളത്തിൽ ബാക്കിയുണ്ടായിരുന്ന കാശ് മുഴുവൻ അവർക്ക് കൊടുക്കേണ്ടി വന്നു. വീട്ടിലെത്തിയ ഹരിഹരനാകട്ടെ ആശയോടും മകളോടും ഇതിനെപ്പറ്റി പറയുന്നു. ഇവന്റെ പ്രായത്തിലുള്ള ചെറുപ്പക്കാരൊക്കെ ജോലി ചെയ്ത് കാശുണ്ടാക്കിയ ഇവൻ ഒരു നാണോ മാനോ ഇല്ലാതെ 3 നേരം വെട്ടുവിഴുങ്ങി ഇവിടെ ഇരിക്കുന്നു. മാസം അടച്ചു തീർക്കേണ്ട ലോണും ഇലക്ട്രിസിറ്റി ബില്ലും വീട്ടുവാടകയും ബാക്കി ചെലവുകൾക്കും എല്ലാം വേണ്ടിയിട്ട് ഞാൻ കിടന്ന് കഷ്ടപ്പെടുകയാണ്. എന്റെ പ്രായത്തിലുള്ള ആൾക്കാരൊക്കെ റിട്ടയർമെന്റ് ലൈഫ് ആഘോഷിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും ജോലി എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഇത് കേട്ടിട്ട് അജീഷ് പറയുന്നുണ്ട്, സിനിമ എന്റെ പാഷനാണെന്ന്. അതിനെപ്പറ്റി അച്ഛന് പറഞ്ഞാൽ മനസ്സിലാകില്ല. സ്വപ്നങ്ങളുള്ള ആൾക്കാർക്ക് അത് നേടിയെടുക്കാനുള്ള ശ്രമം നടത്താനെങ്കിലും തോന്നും. എന്നാൽ ഹരിഹരൻ പറയുന്നത് ഈ പാഷനൊക്കെ ഒരു പ്രായത്തിൽ തോന്നുന്നതാ. അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞിട്ട് അത് നടക്കില്ല എന്ന് മനസ്സിലായി കഴിയുമ്പോൾ അത് റിയലൈസ് ചെയ്ത് വേറെന്തെങ്കിലും ജോലിക്ക് പോകണം. അല്ലാതെ എന്നും അതിന്റെ പിന്നാലെ പോയി സ്വന്തം ജീവിതം തകർക്കുകയല്ല വേണ്ടത്. എന്നാൽ അജീഷ് പറയുന്നത് അച്ഛനെ പോലെ ഒരേ ജീവിതം ഒരേ ജോലിയും ചെയ്ത് ജീവിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നാണ്. അതിന്റെ പേരിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി. അങ്ങനെ ഇരിക്കെ അവരുടെ നാട്ടില് ഒരു സിനിമ ഷൂട്ടിംഗ് നടക്കുന്നു. ആ ഷൂട്ടിംഗ് കാണാൻ നാട്ടിലെ എല്ലാവരും തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. സുമിത് രാഘവൻ എന്ന് പറയുന്ന നടന്റെ ഫിലിമായിരുന്നു അത്. അതിൽ അസിസ്റ്റന്റ് ആയിട്ട് ജോലി ചെയ്യുന്നത് റിയയായിരുന്നു. ഈ കണ്ടതും അജീഷ് എന്തെങ്കിലും റോള് കിട്ടുമെന്ന് ചോദിക്കുന്നു. എന്നാൽ ഇതിൽ എല്ലാ ആൾക്കാരെയും ഫിക്സ് ആയി പോയി ഏതെങ്കിലും റോള് കിട്ടുവാണെങ്കിൽ താൻ അറിയിക്കാമെന്ന് റിയ പറയുന്നു. സുമിത് രാഘവൻ നാളെ ഒരു നെപ്പോക്കെട്ടായിരുന്നു. അയാൾ അഭിനയിച്ച കുറെ സിനിമകൾ പൊട്ടിപ്പോയി. അയാൾക്ക് നന്നായിട്ട് അഭിനയൊന്നും അറിയില്ല എന്നാണ് ആൾക്കാർ പറയുന്നത്. അയാൾക്ക് അടുത്തതായിട്ട് അഭിനയിക്കാൻ കൊടുക്കുന്ന സീനാകട്ടെ ഒരച്ഛൻ തന്റെ മകനെ കുറെ കാലങ്ങൾക്ക് ശേഷം കാണുന്നതായിരുന്നു. ആ മകൻ ഊമയല്ലാന്ന് അവൻ സംസാരിക്കുന്നതിലൂടെ അച്ഛൻ തിരിച്ചറിയുന്നു. ഒരേ സമയം സന്തോഷവും വിഷമവും നായകന്റെ മുഖത്ത് വരണം. അത് അഭിനയിച്ച് കാണിക്കാനാണ് സുമിത്തിനോട് അവർ പറയുന്നത്. അപ്പൊ ആ ഒരു സീനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ട് രക്ഷകർത്താക്കളെ പോലെ തോന്നിക്കുന്ന കുറച്ച് ആൾക്കാരെ വേണമായിരുന്നു. അവിടെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്ന് കുറച്ച് ആൾക്കാരെ റിയ സെലക്ട് ചെയ്യുന്നു. അതിലൊന്ന് ഹരിഹരനായിരുന്നു. തനിക്ക് പോലും ഒരു റോള് കിട്ടാത്ത സാഹചര്യത്തിൽ തന്റെ അച്ഛന് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു ചെറിയ റോള്
കിട്ടുന്നത് കണ്ടപ്പോൾ അജീഷിന് സഹിച്ചില്ല. അവന് ദേഷ്യം വരുന്നുണ്ട്. ഹരിഹരനാകട്ടെ തനിക്ക് അഭിനയിക്കാനൊന്നും വയ്യാന്ന് പറഞ്ഞിട്ട് നിന്നെങ്കിലും റിയ കുറെ നിർബന്ധിച്ച് അയാളെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് കൊണ്ടു നിർത്തുന്നു. അജീഷിന്റെ കൂട്ടുകാരൊക്കെ ഇത് വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. സുമിത് ആ ഒരു സീൻ അഭിനയിച്ച് കാണിക്കുമ്പോൾ അയാളുടെ അഭിനയം കറക്റ്റ് ആകുന്നുണ്ടായിരുന്നില്ല. സന്തോഷവും വിഷമവും ഒരേ സമയം അയാൾക്ക് അഭിനയിക്കാൻ അറിയില്ലായിരുന്നു. ഓരോ തവണയും ടേക്ക് പോകുമ്പോൾ അയാൾ തെറ്റിച്ചുകൊണ്ടേയിരുന്നു. ഡയറക്ടർക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പക്ഷെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇയാള് ഈ സിനിമ ഇട്ടിട്ട് പോകുമെന്ന് അവർക്കറിയാം. അതിനിടയ്ക്ക് സുമിത്തിന്റെ അഭിനയം കണ്ടിട്ട് അവിടെ നിന്ന് എല്ലാവരും ചിരിക്കുന്നുണ്ട്. കൂട്ടത്തില് ഹരിഹരനും ചിരിച്ചു. ദേഷ്യം വന്ന സുമിത്താകട്ടെ ഹരിഹരനോട് പറയുന്നുണ്ട്, ഇവിടെ നിന്ന് ചിരിക്കാനൊക്കെ എളുപ്പമാ, അവിടെ നിന്ന് അഭിനയിച്ച് കാണിക്കാൻ നല്ല പാടാണെന്ന്. ഞാൻ ചെയ്ത സീൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് വന്ന് അഭിനയിച്ച് കാണിക്കാൻ പറയുന്നു. എനിക്കതൊന്നും പറ്റില്ലെന്ന് ഹരിഹരൻ പറഞ്ഞെങ്കിലും സുമിത് ദേഷ്യപ്പെടുന്നു. എന്റെ അഭിനയത്തെ നോക്കി ചിരിച്ചെങ്കിൽ ആ ഒരു സീൻ നിങ്ങൾ അഭിനയിച്ച് കാണിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇനി ബാക്കി ഷൂട്ട് കണ്ടിന്യൂ ചെയ്യുന്നതാണ് സുമിത് പറയുന്നത്. അതോടെ ഡയറക്ടറും പെട്ടു. അവരെല്ലാവരും ഹരിഹരനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, അയാൾ നല്ല വാശിയില്ല, നിങ്ങൾ അവിടെ നിന്ന് എന്തെങ്കിലും കാണിച്ചിട്ട് പോയിക്കോളാൻ. നിങ്ങൾ അഭിനയിച്ച് തെറ്റിക്കുമ്പോൾ അയാൾക്കൊന്ന് നോക്കി ചിരിക്കണം, അത്രേ ഉള്ളൂ. അയാളുടെ ഈഗോ ഹേർട്ട് ആയതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഒടുവിൽ എല്ലാവരും നിർബന്ധിച്ചതോടെ ഹരിഹരൻ ആ ഒരു സീൻ അഭിനയിക്കാമെന്ന് സമ്മതിച്ചു. സീൻ എന്താണെന്നൊക്കെ റിയോട് ചോദിച്ച് ഹരിഹരൻ മനസ്സിലാക്കി. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് സുമിത്തിനേക്കാളൊക്കെ ഒരുപാട് നല്ല രീതിയിൽ തന്നെയാണ് ഹരിഹരൻ അത് അഭിനയിച്ചത്. ഡയറക്ടർ ഉൾപ്പെടെ എല്ലാവരും ഞെട്ടിത്തരിച്ചിരിക്കുകയായിരുന്നു. അവർക്ക് എന്താണോ വേണ്ടിയിരുന്നത് അതായിരുന്നു ഹരിഹരന്റെ മുഖത്തുണ്ടായിരുന്ന എക്സ്പ്രഷനും. ഇത് കണ്ട് സുമിത്തിനും ദേഷ്യം വരുന്നു. ഹരിഹരനെ കളിയാക്കാമെന്ന് കരുതിയിരുന്ന സുമിത്താകട്ടെ ബാക്കി എല്ലാവരുടെയും കയ്യടി കണ്ട് ദേഷ്യപ്പെട്ട് അവിടെ നിന്നും പോയി. അജീഷിനും അത്ഭുതമായിരുന്നു. തന്റെ അച്ഛൻ ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. അജീഷിന്റെ ഫ്രണ്ട്സ് അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ആ ഏരിയയിൽ ഉണ്ടായിരുന്ന എല്ലാവരും ഇത് തന്നെയായിരുന്നു സംസാരം. അശിക്ക് പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ഹരിഹരൻ ഇത്ര നന്നായിട്ട് അഭിനയിക്കുമെന്ന്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇത് വലിയ ചർച്ചാ വിഷയമായി. സുമിത്തിന് അഭിനയിക്കാൻ പറ്റാത്ത ഒരു സീൻ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നന്നായിട്ട് അഭിനയിച്ച് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും സുമിത്തിനെ കളിയാക്കാൻ തുടങ്ങി. ഈഗോ കാരണം സുമിത്ത് ഷൂട്ടിംഗ് സൈറ്റിൽ നിന്ന് പോയ കാര്യവും അവർ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കാരണം ആൾക്കാർ സുമിത്തിനെ വെറുക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും ആ പ്രശ്നം ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് സുമിത്തിന്റെ അച്ഛനാകട്ടെ അവരോട് പറയുന്നുണ്ട് ആ സിനിമയിൽ ഈ ഹരിഹരനും എന്തെങ്കിലും ഒരു വേഷം കൊടുക്കണമെന്ന്. സുമിത്ത് ഹരിഹരനും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നും സുമിത്ത് നല്ലൊരു നടന് അവസരം കൊടുത്തു എന്നാക്കി തീർക്കണമെന്നായിരുന്നു അവരുടെ ആഗ്രഹം. ഇവിടെ അജീഷിനാകട്ടെ ആൾക്കാരെല്ലാം ഹരിഹരനെ അഭിനന്ദിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. ആ വീട്ടില് ഒരു നടനാകണമെന്ന് ആഗ്രഹിച്ചത് അവനായിരുന്നു. എന്നാൽ അവന് പകരം ആ പ്രശസ്തിയെല്ലാം കിട്ടിയിരിക്കുന്നത് അവന്റെ അച്ഛനും. ആൾക്കാരെല്ലാം ഇയാളോട് സംസാരിക്കാൻ വന്നിരിക്കുകയാണ്. ആ സമയത്ത് സുമിത് രാഘവന്റെ PA ഹരിഹരനെ വിളിക്കുന്നു. സുമിത്തിന് ഹരിഹരനെ കാണണമെന്ന് പറഞ്ഞിട്ട്. ഇത് കേട്ടതോടെ അജീഷ് ഞെട്ടി. സുമിത്തും കൂട്ടരും ഹരിഹരനെ വിളിപ്പിച്ചത് ആ സിനിമയിൽ അയാൾക്ക് കൊടുക്കാൻ പോകുന്ന റോളിനെ പറ്റി സംസാരിക്കാനായിരുന്നു. നമ്മൾ തമ്മിലൊരു പ്രശ്നമില്ലാന്ന് ആൾക്കാരെ ഒന്ന് ബോധിപ്പിക്കണം. എന്നാൽ ഹരിഹരൻ പറയുന്നുണ്ട് അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് നിർബന്ധമാണെന്നുണ്ടെങ്കിൽ എന്റെ മകനൊരു ചാൻസ് കൊടുക്കാനാണ് ഹരിഹരൻ പറയുന്നത്. അവൻ കുറേയായിട്ട് സിനിമ സ്വപ്നം കണ്ടാണ് നടക്കുന്നത്. മകനുള്ള ചാൻസ് ഒക്കെ നമുക്ക് പിന്നീട് കൊടുക്കാം. തൽക്കാലം ഹരിഹരൻ അഭിനയിക്കാനാണ് അവര് പറയുന്നത്. അങ്ങനെ ആ സിനിമയിൽ നല്ലൊരു വേഷം ഹരിഹരനും കിട്ടി. ഇവിടെ ആൾക്കാരുടെ മുന്നിൽ ഹരിഹരൻ ഹീറോ ആയി. ഇതെല്ലാം കണ്ട് ദേഷ്യം വന്നുകൊണ്ടിരുന്നത് അജീഷിനായിരുന്നു. റിയയുടെ പിറകെ നടന്ന് അജീഷ് ഇടയ്ക്കിടയ്ക്ക് ചാൻസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഒരു സിനിമയിലും അവന് ചാൻസ് കിട്ടിയില്ല. ആ സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഹരിഹരന് 2 ദിവസം അഭിനയിച്ചതിന് 20,000 രൂപ കിട്ടി. സിനിമയിൽ നിന്നും നല്ലൊരു വരുമാനം ഉണ്ടാക്കാമെന്ന് ഹരിഹരന് അതോടെ മനസ്സിലായി. ആ ഏരിയയിലെ ആൾക്കാർ മുഴുവൻ അജീഷിനെ ഹരിഹരനെയും കമ്പയർ ചെയ്ത് സംസാരിക്കാൻ തുടങ്ങി. അജീഷ് വലിയ സ്റ്റാർ ആകുമെന്ന എല്ലാവരും വിചാരിച്ചത്. എന്നാൽ നിന്റെ മാർക്കറ്റ് ഇടിഞ്ഞുവെന്നും ഹരിഹരനാണ് ഹീറോ എന്നുമാണ് എല്ലാവരും പറയുന്നത്. ഇത് അജീഷിന് വലിയ ഇൻസൾട്ട് ആയിരുന്നു. സ്വന്തം അച്ഛനാണെങ്കിലും അച്ഛനോട് നല്ല അസൂയ അജീഷിന് തോന്നി തുടങ്ങിയിരുന്നു. ഇവിടെ റിയ ആകട്ടെ അജീഷിനോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോഴെല്ലാം തന്നെ അജീഷ് തന്റെ വിഷമവും ദേഷ്യവും എല്ലാം അവളോട് ഷെയർ ചെയ്യുമായിരുന്നു. ഇതൊക്കെ റിയ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം അജീഷിന്റെ ഹരിഹരന്റെ ആ ഒരു സ്റ്റോറി അവളൊരു തിരക്കഥയാക്കാൻ ആഗ്രഹിച്ചിരുന്നു. ഹരിഹരൻ അഭിനയിച്ച ആ ഒരു സിനിമ ഹിറ്റായി. അതോടുകൂടി അയാൾക്ക് പലയിടത്തു നിന്നും സ്വീകരണം കിട്ടി. പക്ഷെ സുമിത്തിന്റെ അടുത്ത് ആൾക്കാർ പലരും ചോദിക്കുന്നത് അന്ന് നിങ്ങൾ ഇൻസൾട്ട് ചെയ്ത ആളുടെ സഹായം കൂടി ഉണ്ടായതുകൊണ്ടല്ലേ ഈ സിനിമ ഹിറ്റായതെന്നാണ്. ഇതൊന്നും സുമിത്തിന് ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെയെങ്കിലും ഹരിഹരനോട് പകരം വിട്ടണമെന്ന് തന്നെയായിരുന്നു സുമിത്തിന്റെ മനസ്സിൽ. ഹരിഹരൻ ഇനി സിനിമയിൽ അഭിനയിക്കാതിരിക്കാൻ തന്നെ കൊണ്ട് പറ്റുന്നതെല്ലാം സുമിത്ത് ചെയ്തുകൊണ്ടിരുന്നു. ദിവസം ഹരിഹരൻ രാവിലെ അജീഷിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പൊ സിനിമയിലൊന്നും ട്രൈ ചെയ്യുന്നില്ലേ എന്ന്. ഒരു ഓഡീഷൻ വന്നിട്ടുണ്ട്, ഞാൻ പോകുന്നുണ്ട്. നിനക്ക് വേണമെങ്കിൽ നീയും അത് അറ്റൻഡ് ചെയ്തോ. അഭിനയത്തിൽ എനിക്ക് നല്ലൊരു ഭാവി ഉണ്ടെന്ന് എല്ലാവരും പറയുന്ന. അതുകൊണ്ടാണ് ഞാൻ ഓഡീഷൻ അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഇത് കേട്ടതോടെ അജീഷിന് ആകെ ദേഷ്യം വരുന്നു. ആ സമയം റിയ ആകട്ടെ ഒരു പ്രൊഡ്യൂസറെ കാണാൻ പോയിരിക്കുകയായിരുന്നു. അജീഷിന്റെ ഹരിഹരന്റെ സ്റ്റോറി പാതിയോളം അവൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അത് ആ പ്രൊഡ്യൂസറിനോട് പറയുന്നു. അയാൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇതൊരു റിയൽ സ്റ്റോറിയാണെന്ന് അറിഞ്ഞപ്പോൾ ഇതിന്റെ ബാക്കി കഥ എന്താണെന്ന് ചോദിക്കുന്നു. അത് തനിക്കും അറിയില്ല. ഇനി അവരുടെ ലൈഫിൽ എന്ത് നടക്കുന്നോ അതായിരിക്കും ഇതിന്റെ ബാക്കി കഥ എന്ന് റിയ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ഒരു ദിവസം വൈകുന്നേരം ഹരിഹരൻ വന്നിട്ട് തന്റെ ഫാമിലി മെമ്പേഴ്സിനോട് പറയുന്നത് തന്റെ ജോലി താൻ വിട്ടുവെന്നാണ്. ഇത് കേട്ട് എല്ലാവരും ഞെട്ടി. അഭിനയത്തിൽ നല്ലൊരു ഭാവി എനിക്കുള്ളത് കൊണ്ട് ഞാൻ ഇനി മുതൽ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്ത് എന്റെ അഭിനയത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. അതുകൊണ്ട് ജോലിയിൽ നിന്ന് VRS എടുക്കാൻ തീരുമാനിച്ചു. ഹരിഹരനും കൂടെ ജോലിക്ക് പോയില്ലെങ്കിൽ ആ വീട്ടിലെ അവസ്ഥ മോശമാകുമെന്ന് അജീഷിന് അറിയാം. അത് കാരണം ഹരിഹരന്റെ തീരുമാനം അജീഷിന് ഇഷ്ടപ്പെട്ടില്ല. അജീഷിന്റെ കൂട്ടുകാരെല്ലാം അവനോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛൻ എന്തോ വലുതായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. നിന്നേക്കാൾ മുൻപേ നിന്റെ അച്ഛൻ സ്റ്റാർ ആയി കഴിഞ്ഞാൽ നിനക്ക് പിന്നെ ഈ നാട്ടിലൊരു വില ഉണ്ടാകില്ല എന്ന് പറയുന്നു. അതോടെ അജീഷും കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ സിനിമയിൽ റോളുകൾ അന്വേഷിച്ചു തുടങ്ങി. ഹരിഹരനാകട്ടെ തന്റെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ എടുത്ത് പല ഡയറക്ടേഴ്സിനും
അയച്ചു കൊടുക്കാൻ തുടങ്ങി. ഒരു ദിവസം ഇവർ രണ്ടുപേരും ഒരു ഓഡീഷനിൽ ഒരുമിച്ച് പങ്കെടുക്കാൻ പോയി. ഹരിഹരന്റെ അഭിനയം ഇഷ്ടപ്പെട്ടിട്ട് അതിന്റെ ആൾക്കാര് ഹരിഹരനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ ഐഡി എനിക്കൊന്ന് തരണം, വീഡിയോസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാനാണെന്ന്. സെലക്ട് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ അറിയിക്കാമെന്നും പറയുന്നു. എന്നാൽ ഇൻസ്റ്റഗ്രാം എന്താണെന്ന് പോലും ഹരിഹരൻ അറിയില്ലായിരുന്നു. അജീഷും അതിനെപ്പറ്റി ഒന്നും ഹരിഹരന് പറഞ്ഞു കൊടുത്തില്ല. എന്നാൽ മകളോട് ചോദിച്ചിട്ട് ഹരിഹരൻ ഇൻസ്റ്റഗ്രാം എടുക്കുകയും അതിൽ കുറെ റീൽസ് ഒക്കെ ചെയ്യാനും ആരംഭിച്ചു. അജീഷിനും ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അച്ഛൻ രണ്ടും കൽപ്പിച്ചാണെന്ന് ഇതോടെ അവന് മനസ്സിലായി. വീട്ടിലെ ചെലവുകളും മറ്റും ആശ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകുകയായിരുന്നു. എല്ലാവരും ആശയോട് പറയുന്നുണ്ട്, നീ അല്ലാതെ ആരും ഇതൊന്നും സഹിക്കില്ല എന്ന്. അച്ഛനും മകനും ജോലിക്ക് പോകാതിരുന്നാൽ വീട്ടിലെ കാര്യങ്ങൾ എങ്ങനെയാ നടക്കുന്നതെന്നായിരുന്നു എല്ലാവരും ചോദിക്കുന്നത്. ഹരിഹരനും അജീഷും രാവിലെ ഓഡീഷൻ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസം ഇറങ്ങി. എല്ലാവരും ഹരിഹരനെ കാണുമ്പോൾ ചോദിക്കുന്നത് അടുത്ത സിനിമ ഇനി എപ്പോഴാണെന്നാണ്. ശ്രമിക്കുന്നുണ്ടെന്ന് അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനിടയ്ക്ക് അയാളുടെ ഒരു റിലേറ്റീവ് വീട്ടിലേക്ക് വരുന്നുണ്ട്. അവരുടെ വീട്ടിലെ കല്യാണം ക്ഷണിക്കാനാണ് വന്നത്. അതിന്റെ കൂടെ അയാൾ ബാംഗ്ലൂർ ആരംഭിക്കുന്ന ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ സൂപ്പർവൈസർ ജോലിയിലേക്ക് ഹരിഹരനെ ക്ഷണിക്കുകയും ചെയ്യുന്നുണ്ട്. എസി റൂമിൽ ഇരുന്നാൽ മതി, മെഡിക്കൽ റെപ്പിനെ പോലെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. എന്നാൽ ഹരിഹരനാകട്ടെ ആ ജോലിക്ക് പോകാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. അയാളാകട്ടെ ആശയോട് പറയുന്നത്, എനിക്ക് നിങ്ങളെ ഒന്നും വിട്ടിട്ട് പോകാൻ വയ്യ, അതുമല്ല ഞാൻ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അജീഷ് ആശയോട് പറയുന്നു, അമ്മ എങ്ങനെയെങ്കിലും അച്ഛനെ കൺവിൻസ് ചെയ്ത് ആ ജോലിക്ക് പറഞ്ഞു വിടണം, എന്നാൽ മാത്രമേ പുള്ളിയുടെ ചെലവിൽ നമുക്ക് കുറച്ച് കാലം കൂടി ജീവിക്കാൻ പറ്റുമെന്ന്. ഹരിഹരൻ കുറെ റോളുകൾ അന്വേഷിച്ചു പോയെങ്കിലും ഒന്നും തന്നെ ശരിയായില്ല. എല്ലായിടത്തു നിന്നും റിജക്ഷൻ ആയിരുന്നു കിട്ടിയത്. അതിന്റെ ഇടയ്ക്ക് ആശയുടെ റിലേറ്റീവ് അജീഷിന് ഒരു ഓഫറുമായിട്ട് വരുന്നു, കാനഡയിൽ ഒരു ജോലി. ഇത് കേട്ടതോടെ ഹരിഹരൻ അജീഷിനോട് പറയുന്നുണ്ട്, നീ അതിന് പോകണമെന്ന്. താൻ പോകില്ല എന്ന് അജീഷ് പറയുന്നു. അവനും നാട് വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. എങ്ങനെയെങ്കിലും സിനിമയിൽ കയറണമെന്നാണല്ലോ അവന്റെ ആഗ്രഹം. ഈ രണ്ടുപേരുടെ ഇടയിൽ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആശയായിരുന്നു. ഇതിനു മുൻപൊക്കെ അടുത്തുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അച്ചാറുണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ആശയാകട്ടെ ഇപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അച്ചാറുണ്ടാക്കി കൊടുക്കാൻ തുടങ്ങി. കാരണം കാശിന് അത്രയധികം ബുദ്ധിമുട്ട് ആ വീട്ടിൽ വന്നു തുടങ്ങിയിരുന്നു. അത് ഹരിഹരനോ അജീഷോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഫംഗ്ഷന് പോകാൻ റെഡിയായ ഒരു ദിവസം ഹരിഹരൻ അവളോട് കയ്യിലെ വളയൊക്കെ എവിടെയെന്ന് ചോദിക്കുന്നു. അതൊക്കെ എപ്പോഴേ പണയത്തിലായി എന്നാണ് ആശ പറയുന്നത്. അപ്പോഴാണ് ഹരിഹരന് മനസ്സിലാകുന്നത് ആ വീട്ടിലെ ചെലവുകളെല്ലാം കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണമൊക്കെ പണയം വെച്ചും അച്ചാർ വിറ്റുമാണ് ആശ നോക്കിക്കൊണ്ടിരുന്നതെന്ന്. അതൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കാണണമെന്ന് ഹരിഹരന് തോന്നി. ഫംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ചിരിക്കുകയായിരുന്നു. ആ നേരം ഹരിഹരനാകട്ടെ അജീഷിനെ വിളിച്ചെടുത്ത് സംസാരിക്കുന്നു. സിനിമയിൽ അഭിനയിച്ച് രക്ഷപ്പെടാനുള്ള ചാൻസ് നിന്നേക്കാൾ കൂടുതൽ എനിക്കാണെന്നാണ് ഹരിഹരൻ പറയുന്നത്. അത് തെളിയിക്കുന്ന ഒരു കാര്യം അയാൾ പറയുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് താൻ വർഷത്തിൽ ഒരിക്കലെങ്ങാനും മദ്യപിക്കുമെന്നാ. പക്ഷെ ഞാൻ എല്ലാ ശനിയാഴ്ചയും 4 പെഗ് അടിച്ചിട്ട് കുപ്പി സേഫ് ആക്കി വെച്ചിട്ടാ കിടക്കുന്നത്. നിനക്കോ നിന്റെ അമ്മയ്ക്കോ വീട്ടിൽ ആർക്കോ അതിനെപ്പറ്റി ഒരു അറിവുമില്ല. കാരണം ആ രീതിയിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇന്നേ വരെ നിനക്കൊന്നും മനസ്സിലായിട്ടില്ലല്ലോ. അതുകൊണ്ട് അഭിനയത്തിൽ എനിക്ക് നല്ല കഴിവുണ്ട്. എന്നാൽ ഇത് കേട്ട് അജീഷ് പറയുന്നത്, അച്ഛൻ അടിക്കുന്ന ബ്രാൻഡ് ഏതാണെന്നും എനിക്കറിയാം, അച്ഛൻ എപ്പോഴും അടിക്കുന്നതെന്നും എനിക്കറിയാം. അച്ഛൻ അടിക്കുന്നുണ്ടെന്ന് അറിഞ്ഞിട്ടും ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് നടിച്ചാണ് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ഛനേക്കാളും നല്ല നടൻ ഞാൻ തന്നെയാണെന്ന് അജീഷ് പറയുന്നു. അങ്ങനെ ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ കഴിവിനെ പറ്റി പ്രശംസിച്ച് വാക്കുതർക്കത്തിലേക്ക് കടക്കിയിരുന്നു. ഒടുവിൽ ഇവരൊരു ഡീലിലെത്തുന്നു. ഇനി അടുത്ത സിനിമയിൽ ആർക്കാണോ ആദ്യ റോള് കിട്ടുന്നത് അയാളെ നാട്ടിൽ നിന്നിട്ട് മറ്റേയാൾ ഈ നാട് വിട്ടൊരു ജോലിക്ക് പോകണം. ചെറുതോ വലുതോ ഏത് റോളാണെങ്കിലും ശരി, അജീഷിനാണത് കിട്ടുന്നതെങ്കിൽ ബാംഗ്ലൂരിലെ ജോലിക്ക് ഹരിഹരൻ പോകണം. ഇനി ഹരിഹരനാ കിട്ടുന്നതെങ്കിൽ അജീഷ് കാനഡയ്ക്ക് ജോലിക്ക് പോകണം. എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് അവർ ആ ഡീലിലെത്തുമ്പോൾ ഒരു നിബന്ധന കൂടി ഉണ്ടായിരുന്നു. ഇവരുടെ ഈ ഡീലിനെ പറ്റി ആശ അറിയാൻ പാടില്ല. ബെറ്റും കൂടെ വെച്ചതോടുകൂടി രണ്ടുപേരും കഠിന പരിശ്രമത്തിലായിരുന്നു. നിരന്തരമായിട്ട് രണ്ടുപേരും ഓഡീഷന് പോകാൻ തുടങ്ങി. അതിനിടയ്ക്ക് അജീഷിന്റെ ഒരു ഓഫർ വരുന്നു. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ചൊരു സിനിമയായിരുന്നു അത്. അതിലെ ഹീറോയുടെ ലുക്ക് അജീഷിന് നന്നായി ചേരുമെന്നാണ് ആ ഡയറക്ടർ പറയുന്നത്. അതുകൊണ്ട് നായകനായിട്ടുള്ള റോള് തന്നെയാണ് അജീഷിന് കിട്ടിയത്. വെൽക്കം ടു മലയാളം സിനിമ എന്നും അയാൾ പറയുന്നു. ഒരുപാട് സന്തോഷം കൊണ്ട് അജീഷ് അപ്പൊ തന്നെ ആശയെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നു. ആശ ഹരിഹരനോടും കാര്യങ്ങൾ പറഞ്ഞതോടെ അയാൾ ആകെ ടെൻഷനിലായി. തന്നെക്കാൾ മുന്നേ അവൻ എന്തായാലും അവസരം കിട്ടി. ഇനിയിപ്പോ ഹരിഹരൻ ഇവിടെ നിൽക്കാൻ പറ്റില്ല, ബാംഗ്ലൂർ ജോലിക്ക് പോയെങ്കിലേ പറ്റൂ. അജീഷ് നാട്ടിലേക്ക് എത്തിയപ്പോഴേക്കും എല്ലാവരും അവന് വലിയ സ്വീകരണമൊക്കെ കൊടുക്കുന്നു. അച്ഛനെ നോക്കി അജീഷ് നന്നായിട്ട് പുച്ഛിക്കുന്നുണ്ടായിരുന്നു. ഹരിഹരൻ ചെയ്ത പോലെ സൈഡ് റോളൊന്നുമല്ല, ഹീറോയുടെ റോളാണെന്ന് കൂടി അറിഞ്ഞതോടെ ഹരിഹരന് പിന്നൊന്നും പറയാനേ ഉണ്ടായിരുന്നില്ല. ആ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു. അതിന് അജീഷ് പോകുന്നുണ്ട്. പിന്നീട് ഇവർ പുറത്തു പോകുമ്പോഴെല്ലാം അജീഷായിരുന്നു ഇവർ കഴിച്ചതിന്റെ ബില്ല് കൊടുക്കുന്നത്. ഹരിഹരന്റെ കൂടെ പോകുന്ന സമയത്ത് മാക്സിമം അധികമൊന്നും ഓർഡർ ചെയ്യാൻ അയാൾ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇവനാകട്ടെ ആവശ്യത്തിൽ കൂടുതൽ കാശ് ചെലവാക്കുന്നു. ഇവർ ബെറ്റ് വെച്ച സമയത്തുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും ഹരിഹരൻ എപ്പോഴാ ബാംഗ്ലൂർക്ക് പോകുന്നതെന്ന് ചോദിച്ചുകൊണ്ടേയിരിപ്പാണ്. അതിനിടയ്ക്ക് ഒരു ദിവസം ഇയാളുടെ അയൽക്കാരൻ റൊണാൾഡോ ആകട്ടെ ഹരിഹരനെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, നിന്റെ മകൻ അജീഷ് ഈ ഏരിയയിലെ ഒരുപാട് ആൾക്കാരുടെ കയ്യിൽ നിന്നും കാശ് കടം വാങ്ങിയിട്ടുണ്ട്. അതൊക്കെ അവന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. പക്ഷെ അവൻ എന്റെ മകളുടെ ഒരു മാലയും പണയം വെക്കാൻ വേണ്ടി വാങ്ങിയിട്ടുണ്ട്. അത് നിനക്ക് അറിയാമോ ഇല്ലയോ എന്നറിയില്ല. മറ്റുള്ളവരുടെ കാശൊന്നും അവൻ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. പക്ഷെ എന്റെ മകളുടെ മാല മര്യാദയ്ക്ക് എടുത്തു തരാൻ പറയണം. നിന്റെ മകനായോണ്ട് മാത്രമാ ഞാൻ ഇത്രയെങ്കിലും നല്ല രീതിയിൽ സംസാരിക്കുന്നത്. വേറെ ആരെങ്കിലും ആണെങ്കിൽ ഇത്രയും മാന്യമായിട്ട് ഞാൻ സംസാരിക്കില്ല. ഇത് കേട്ടതും ഹരിഹരന് ആകെ നാണക്കേട് തോന്നി. തന്റെ കൂട്ടുകാരന് മുന്നിൽ അയാൾ ചെറുതാവുകയായിരുന്നു. ദേഷ്യവും സങ്കടവും സഹിക്കവയ്യാതെ ഹരിഹരൻ വീട്ടിലേക്കെത്തി അജീഷിന്റെ മുഖത്തടിക്കുന്നു. കാര്യം ചോദിച്ചപ്പോൾ ആശയോട് അവൻ കടം വാങ്ങിച്ച കാര്യങ്ങളെല്ലാം പറയുന്നു. ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാരുടെയും കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചത് കൂടാഞ്ഞിട്ട് അയൽ വീട്ടിലെ പെൺകുട്ടിയുടെ മാലയും പണയം വെച്ചിരിക്കുന്നു.
ആ സമയം ആ പെൺകുട്ടി അവിടെ ഉണ്ടായിരുന്നു. അവളുടെ മുന്നിൽ വെച്ചുകൂടിയായിരുന്നു ഹരിഹരൻ അജീഷിനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. ഹരിഹരൻ അജീഷിനോട് പറയുന്നത്, നിന്റെ കൂടെ നടക്കുന്നവരും നിന്റെ അതേ പ്രായമല്ലേ, അവരാരും അയൽ വീട്ടിലെ ആൾക്കാരുടെ അടുത്ത് നിന്ന് കാശ് കടം വാങ്ങുന്നില്ലല്ലോ എന്ന്. എന്നാൽ തിരിച്ച് ദേഷ്യത്തോടെ അജീഷ് പറയുന്നത്, അവർക്കൊക്കെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവർ ഓടിച്ചെല്ലുന്നത് അവരുടെ അച്ഛന്റെ അടുത്തേക്കാണ്. അച്ഛൻ കൂടെ നിൽക്കുമെന്ന് അവർക്ക് ഉറപ്പുണ്ട്. എന്തെങ്കിലും ആവശ്യത്തിന് കാശ് അവർ കൊടുക്കും. പക്ഷെ എന്റെ അച്ഛൻ അങ്ങനല്ല. ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്ന് കഴിഞ്ഞാൽ എന്നെ കുറ്റപ്പെടുത്തേ ഉള്ളൂ. ഞാൻ ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും എനിക്ക് കാശ് തരാറുമില്ല. അവരുടെയൊക്കെ അച്ഛൻ അവരുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും സപ്പോർട്ട് ചെയ്താണ് നിൽക്കുന്നത്. എന്റെ അച്ഛൻ അങ്ങനെ അല്ലാത്തത് കൊണ്ടാ എനിക്കിങ്ങനെ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടി വന്നത്. നിങ്ങൾ കൂടുതലൊന്നും ഇനി പറയണ്ടെന്നും ഇനി ഈ കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ തന്നെ വിചാരിച്ചെങ്കിലേ പറ്റുമെന്നുമാണ് അജീഷ് പറയുന്നത്. കാരണം അവിടെ ഹരിഹരൻ ഇപ്പോൾ ജോലിയില്ലല്ലോ. അജീഷിന് സിനിമയിൽ കിട്ടിയ റോളിൽ നിന്ന് കിട്ടുന്ന ശമ്പളം കൊണ്ട് വേണം ഇനി ഈ കുടുംബം കഴിയാനെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. അജീഷിന്റെ ഈ സംസാരം എല്ലാം കേട്ട് അന്ന് രാത്രി ഹരിഹരൻ ഒരുപാട് വിഷമിച്ചിരിക്കുകയായിരുന്നു. ആശ അയാളോട് പറയുന്നുണ്ട്, അജീഷിന്റെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോ റോളിന് വേണ്ടിയിട്ട് നടക്കുന്നത്. ഒരുപാട് തടസ്സങ്ങൾ അവൻ ഫേസ് ചെയ്യുന്നുണ്ട്. അതിലൊരു തടസ്സമായിട്ട് അവന്റെ ലൈഫിൽ നിങ്ങൾ നിൽക്കാൻ പാടില്ല എന്നാണ് ആശ പറയുന്നത്. അങ്ങനെ അജീഷ് വീണ്ടും പറഞ്ഞുറപ്പിച്ച ആ സിനിമയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ ആൾക്കാരെ കാണാൻ പോകുമ്പോൾ അയാളാകട്ടെ അവനോട് പറയുന്നത് ചെറിയൊരു ഇഷ്യൂ ഉണ്ടെന്നാണ്. സിനിമയുടെ പ്രീ പ്രൊഡക്ഷന്റെ പരിപാടിയൊക്കെ നടക്കണമെങ്കിൽ കുറച്ച് ഫണ്ടിന്റെ ആവശ്യമുണ്ട്. പുതുമുഖങ്ങളെ വെച്ച് ചെയ്യുന്നതായതുകൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് കൂടി കുറച്ച് ഫണ്ട് വാങ്ങാനാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരിക്കുന്നത്. നിന്നെ കൊണ്ടാവുന്നത്രയും ലക്ഷം നീ ഇടണമെന്ന് പറയുന്നു. ₹1,00,000 തനിക്ക് തരാൻ പറ്റില്ല എന്നാണ് അജീഷ് പറയുന്നത്. കാരണം അവന്റെ അവസ്ഥ അവന് മാത്രമേ അറിയൂ. എന്നാ പിന്നെ സിനിമയിലെ റോളിന്റെ കാര്യത്തിലും പ്രശ്നമാകുമെന്ന് അയാൾ പറഞ്ഞതോടുകൂടി അജീഷിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയായി. ആ റോള് പോകുമെന്ന് അവൻ ഉറപ്പായി. തന്റെ വീടിന്റെ അടുത്തുള്ള പൊളിഞ്ഞു കിടക്കുന്ന തിയേറ്ററിൽ അവൻ പോയിരിക്കുകയും തന്റെ അവസ്ഥ ആലോചിച്ച് ഒരുപാട് കരയുകയും ചെയ്യുന്നു. റിയോട് ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ റിയ പറയുന്നത്, കാശൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് റോള് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തെങ്കിലുമൊക്കെ പറ്റിക്കൽ പരിപാടി ഉണ്ടാകും. കാശ് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അവർ റോള് തന്നില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചപ്പോൾ അജീഷിന് തോന്നി തന്റെ അച്ഛൻ പണ്ടേ പറഞ്ഞത് ശരിയാണെന്ന്. സിനിമയുടെ പിറകെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആകുമെന്ന് അന്ന് അച്ഛൻ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ല. ഇപ്പൊ ഓരോന്നൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയം അവനൊരു കോള് വരുന്നു. അറ്റൻഡ് ചെയ്ത ഓഡീഷനിൽ ഒരിടത്ത് സെലക്ട് ആയി എന്ന് പറഞ്ഞിട്ട് അജീഷ് വിചാരിക്കുന്നത് താൻ സെലക്ട് ആയി എന്നാണ്. എന്നാൽ അവനും ഹരിഹരനും ഒരുമിച്ച് പോയി അറ്റൻഡ് ചെയ്ത ഓഡീഷനിൽ ഹരിഹരൻ സെലക്ട് ആയി എന്നായിരുന്നു അവർ പറഞ്ഞത്. നായികയുടെ അച്ഛനായിട്ടുള്ള റോളിലായിരുന്നു ഹരിഹരൻ സെലക്ട് ആയത്. അവിടെ അജീഷിന് പരാജയമായിരുന്നു. ഹരിഹരന് മാത്രമാണ് എല്ലായിടത്തും റോള് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവൻ പ്രതീക്ഷിച്ചിരുന്ന റോള് പോയി. ഹരിഹരന് ഈ റോള് കിട്ടുകയാണെങ്കിൽ ഇവരുടെ ബെറ്റ് പ്രകാരം ഹരിഹരൻ ആ സിനിമയിൽ അഭിനയിക്കും. പകരം അജീഷ് കാനഡയ്ക്ക് പോകേണ്ടിയും വരും. അതേസമയം നമ്മളെ സുമിത്തിനെ കാണിക്കുന്നു. സുമിത്തിന്റെ അടുത്ത പടത്തിലേക്കായിരുന്നു ഹരിഹരന് നായികയുടെ അച്ഛന്റെ റോളിലേക്ക് കിട്ടിയത്. ഇതറിഞ്ഞ് സുമിത്താകട്ടെ ആകെ പ്രശ്നം ഉണ്ടാക്കുന്നു. ഡയറക്ടറിന് ഓക്കെ ആയിട്ട് ഹരിഹരന് ഒരുപാട് റോള് ഇതിനു മുമ്പും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആ റോളൊന്നും ഹരിഹരനിലേക്ക് എത്തുന്നതിന് മുമ്പ് സുമിത്താണ് ബ്ലോക്ക് ചെയ്തത്. അതുകൊണ്ടാണ് പല ഓഡീഷനിൽ പോയിട്ടും ഹരിഹരന് അവിടെ ഒന്നും കോള് വരാതിരുന്നത്. ഹരിഹരനെ എല്ലാവരും സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ സുമിത്ത് അതിനിടയ്ക്ക് കളിച്ചിട്ട് ആ റോള് ഹരിഹരനിൽ നിന്ന് തട്ടിയെടുത്ത് മറ്റൊരാൾക്ക് കൊടുത്തു. ഇതൊന്നും പാവ ഹരിഹരൻ അറിയുന്നുണ്ടായിരുന്നില്ല. ഈ പടത്തിൽ നിന്ന് ഹരിഹരനെ എങ്ങനെ ഒഴിവാക്കുമെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുമിത്ത് ഹരിഹരനും അജീഷും തമ്മിലുള്ള ബെറ്റിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുന്നത്. സുമിത്ത് നേരെ അജീഷിനെ വിളിച്ചിട്ട് തന്നെ വന്ന് കാണാൻ പറയുന്നു. സിനിമയിൽ റോളുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവനെ വിളിക്കുന്നത്. കാനഡയ്ക്ക് പോകാൻ തീരുമാനിച്ചിരുന്നപ്പോൾ തന്നെ ഒരു വഴി തെളിഞ്ഞു കിട്ടിയതിൽ സന്തോഷിച്ചാണ് അജീഷ് അവിടേക്ക് ചെല്ലുന്നത്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ സുമിത്ത് പറയുന്നുണ്ട്, നിനക്ക് എന്റെ സിനിമയിൽ നല്ലൊരു റോൾ തരാം. എന്റെ ഒരു ഫ്രണ്ടിനെ കൊടുക്കാൻ വെച്ചിരുന്നതാ. പക്ഷെ നിന്നെ എനിക്ക് ഇഷ്ടമായോണ്ട് നിനക്ക് തരാം. അതിന് പകരമായിട്ട് നീ എനിക്കൊരു കാര്യം ചെയ്തു തരണം. നിന്റെ അച്ഛൻ ഈ സിനിമയിൽ റോള് കിട്ടിയ വിവരം അവർ നിന്നെയല്ലേ വിളിച്ചു പറഞ്ഞത്. നീ ഇതുവരെ അത് നിന്റെ അച്ഛന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് നീ പറയരുത്. അതെന്താണെന്ന് അവൻ ചോദിക്കുമ്പോൾ സുമിത്ത് പറയുന്നത്, നിന്റെ അച്ഛനോ നീയോ ഇതിലൊരാൾ മതി ഈ പടത്തിലെന്നാണ്. ആര് വേണമെന്ന് നീ തീരുമാനിച്ചോളാനും പറയുന്നു. ആദ്യം അജീഷിന് ചെറിയൊരു കുറ്റബോധം തോന്നുന്നു. ഹരിഹരൻ സെലക്ട് ആയ വിവരം അയാളെ അറിയിക്കാതെ അത് മറച്ചുവെച്ച് താൻ ഈ പടത്തിൽ അഭിനയിക്കണമെന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ആ സമയം താൻ അനുഭവിച്ച ഇൻസൾട്ടും ഹരിഹരന്റെ കളിയാക്കലും ഒക്കെ പലപ്പോഴും അവന്റെ മനസ്സിലേക്ക് കടന്നു വരാൻ തുടങ്ങി. അതോടെ അവൻ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കുന്നു. അച്ഛൻ ഇതൊന്നും അറിയിക്കണ്ട. സുമിത്തിന്റെ പടത്തില് ഒരു റോള് താൻ തന്നെ ചെയ്യാം. തനിക്ക് പടത്തിൽ ചാൻസ് കിട്ടിയൊന്നും അറിയാതെ ഹരിഹരൻ വീണ്ടും ബാംഗ്ലൂരിൽ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. സുമിത്തിന്റെ ആ പുതിയ പടം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമ്പിൽ പങ്കെടുക്കാൻ അജീഷ് പോകുന്നു. ജോലിക്ക് പോകുന്നതിന് മുമ്പ് കുറച്ചു ദിവസം ആശയുടെ കൂടെ ഹരിഹരൻ സ്പെൻഡ് ചെയ്യുകയാണ്. ആ സമയം ആശയോട് ഹരിഹരൻ പറയുന്നുണ്ട്, അന്ന് ഞാൻ ജോലിയൊക്കെ വിട്ടിട്ട് സിനിമയിലേക്ക് പോയതല്ല, അവരായിട്ട് തന്നെ എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടതാ. അത് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. എന്നാൽ ആശയ്ക്ക് ഇതൊക്കെ നേരത്തെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. ഒരിക്കലും മനഃപൂർവ്വം അയാൾ ജോലി വിട്ടിട്ട് സിനിമയുടെ പിറകെ പോകില്ല എന്ന് ആശയ്ക്ക് അറിയാം. ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴും അജീഷിന്റെ മനസ്സിൽ അച്ഛനോട് ചെയ്ത ചതിയുണ്ടായിരുന്നു. അച്ഛന് പകരം ആ റോളിലേക്ക് മറ്റൊരാൾ വന്നിരിക്കുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഹരിഹരനാകട്ടെ ആശയും കൂട്ടി വീടിനടുത്തുള്ള പൊളിഞ്ഞു കിടക്കുന്ന ആ തിയേറ്ററിലേക്ക് പോകുന്നു. അജീഷിന്റെ ചെറുപ്പത്തിൽ അയാൾ അജീഷുമായിട്ട് സ്ഥിരം ഇവിടെ സിനിമ കാണാൻ വരാറുണ്ടായിരുന്നു. എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഹരിഹരന് ഇപ്പോഴാണ് സിനിമയോട് ഇൻട്രസ്റ്റ് ഒക്കെ തോന്നി തുടങ്ങിയതെന്നാണ്. എന്നാൽ അയാൾ കുട്ടിയായിരിക്കുന്ന കാലം തൊട്ടേ അയാൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഒരിക്കൽ നാട് വിട്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചാൻസ് തേടി അയാൾ പോയിട്ടുണ്ടായിരുന്നു. സിനിമ അഭിനയം ഒഴിച്ച് ബാക്കി എല്ലാ ജോലികളും അയാൾക്ക് കിട്ടി. സിനിമയിൽ എങ്ങും അയാൾക്ക് റോള് കിട്ടിയില്ല. നിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ഒരു പടത്തിൽ അയാൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ സീനും ആശയെ കാണിച്ചു കൊടുക്കുന്നു. അന്ന് വീണ്ടും റോളിന് അലഞ്ഞതിന് നടന്ന സമയത്താണ് അച്ഛൻ മരിക്കുന്നതും വീട്ടിലെ പ്രാരാബ്ദങ്ങൾ ഹരിഹരന്റെ തലയിലാകുന്നതും. നാട്ടിൽ വന്ന് ജോലി ചെയ്ത് കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് സിനിമ ആഗ്രഹം എല്ലാം വിട്ടിട്ട് അയാൾ ജോലി ചെയ്യാൻ ആരംഭിച്ചു. സിനിമയുടെ പിറകെ പോയി കഴിഞ്ഞാൽ വീട്ടിലെ
കാര്യങ്ങൾ നടക്കില്ല എന്ന് അയാൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അജീഷും തന്നെ പോലെ ആ വഴി പോകുന്നത് കണ്ടപ്പോൾ അയാൾക്ക് വിഷമം തോന്നിയിട്ടാണ് അജീഷിനെ ആദ്യം തന്നെ തിരുത്താൻ അയാൾ ശ്രമിച്ചത്. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു റോള് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. കാരണം അതിനുവേണ്ടി അയാൾ ശ്രമിച്ച സമയത്തല്ല അയാൾ തോറ്റുപോയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ തോറ്റുകിടന്നവന് ഒരു അവസരം കിട്ടിയപ്പോൾ ഉണ്ടായ സന്തോഷവും ആ ഒരു ആഹ്ലാദവും ഒക്കെ ആയിരുന്നു അയാൾ വീണ്ടും സിനിമയ്ക്ക് വേണ്ടി ശ്രമിക്കാൻ കാരണമായതും. അങ്ങനെയിരിക്കും ഒരു ദിവസം സുമിത്തിന്റെ ആ സിനിമയിൽ നിന്ന് ഒരാൾ ഹരിഹരനെ കാണാൻ വരുന്നു. ഹരിഹരൻ ആ സിനിമയിൽ ഒരു റോള് കിട്ടിയിട്ടുണ്ടായിരുന്നുവെന്നും അത് അജീഷ് മറച്ചു വെച്ചതാണെന്നും അയാളിൽ നിന്നും ഹരിഹരൻ അറിയുന്നു. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ താൻ അറിഞ്ഞുവെന്ന് ഒരിക്കലും അജീഷ് അറിയണ്ട എന്നാണ് ഹരിഹരൻ പറയുന്നത്. അജീഷ് ആ റോള് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്തോട്ടെ, എന്റെ അവസരം തട്ടിയെടുത്തിട്ട് അവനത് ചെയ്തതെന്നുള്ള ഒരു ദേഷ്യവും എനിക്ക് അവനോടില്ല എന്നാണ് ഹരിഹരൻ പറയുന്നത്. കാരണം എപ്പോഴും അജീഷ് അയാളോട് പറയുമായിരുന്നു അച്ഛൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന്. അതുകൊണ്ട് ഈ അവസരം അവന് കിട്ടുന്നെങ്കിൽ അവന് കിട്ടട്ടെ എന്നാണ് അയാൾ കരുതിയത്. ക്യാമ്പ് നടക്കുമ്പോഴെല്ലാം തന്നെ സുമിത കിട്ട അജീഷിനോട് കുറച്ച് മോശമായിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. കാരണം അജീഷിന് മുൻപ് ആ റോള് ചെയ്യേണ്ടിയിരുന്ന ആളെ അവിടെയൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പറഞ്ഞ വാക്ക് സുമിത് തെറ്റിക്കുമെന്ന് അജീഷിന് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. കൂടാതെ വൈകുന്നേരം സംഘടിപ്പിച്ച പരിപാടിയിൽ ആ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന എല്ലാ ആൾക്കാരും ഉണ്ടായിരുന്നു. അവരിൽ നിന്ന് രണ്ടുപേരെ വീതം സെലക്ട് ചെയ്ത് അവർക്കൊരു സീൻ കൊടുക്കുകയും അഭിനയിച്ച് കാണിക്കാൻ പറയുകയും ചെയ്യുന്നു. അജീഷിനേക്കാൾ നന്നായിട്ട് എല്ലാവരും അഭിനയിക്കുമെന്ന് അവനെ കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സുമിത് അങ്ങനെ ചെയ്തത്. അവസാനം അജീഷിനെ വിളിക്കുന്നു. അജീഷിന്റെ അച്ഛന് പകരം ആ റോള് ചെയ്യാൻ വന്ന ആളെയും വിളിക്കുന്നുണ്ട്. അയാളെ അജീഷിന്റെ അച്ഛനായിട്ട് കണ്ടുകൊണ്ട് അച്ഛനോട് ചെയ്ത ഒരു തെറ്റിന് മാപ്പ് പറയുന്നതായിട്ട് അഭിനയിക്കാനായിരുന്നു അജീഷിനോട് പറഞ്ഞത്. സുമിത് വിചാരിച്ചത് അജീഷ് അഭിനയിച്ച് നശിപ്പിക്കുമെന്നാണ്. എന്നാൽ അവന്റെ മനസ്സിൽ ഓൾറെഡി കുറ്റബോധം കിടക്കുന്നതുകൊണ്ടും അവന്റെ അച്ഛനോട് അവന് മാപ്പ് പറയാൻ ആഗ്രഹമുള്ളതുകൊണ്ടും അവൻ കരഞ്ഞുകൊണ്ട് സ്വന്തം അച്ഛനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. അച്ഛന് കിട്ടിയ റോള് താൻ തട്ടിയെടുക്കാൻ കാരണം മറ്റൊന്നുമല്ല, തനിക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് അത്രയധികം ആഗ്രഹമുണ്ട്. അതിന് കാരണം അച്ഛൻ തന്നെയാണ്. ചെറുപ്പത്തിൽ അവൻ അച്ഛന്റെ കൂടെ ഒരുപാട് സിനിമ കാണാൻ പോകുമായിരുന്നു. അവൻ അറിയാത്ത ഭാഷകൾ പോലും കാണാൻ പോയി. അച്ഛന്റെ മുഖത്ത് എക്സ്പ്രഷനിൽ നിന്നായിരുന്നു അവൻ അതിന്റെ കഥ പോലും മനസ്സിലാക്കിയെടുത്തത്. പക്ഷെ ആ തിയേറ്റർ പൊളിഞ്ഞു പോയതോടുകൂടി അവർ ഒരുമിച്ച് സിനിമ കാണാൻ പോകാതെയായി. സിനിമ കാണുമ്പോൾ അച്ഛന്റെ മുഖത്തുള്ള സന്തോഷമൊന്നും തന്നെ അവൻ പിന്നീട് കണ്ടിട്ടില്ല. സിനിമ കാണുമ്പോൾ അച്ഛന്റെ മുഖത്തുള്ള എക്സ്പ്രഷൻ എല്ലാം വീണ്ടും കൊണ്ടുവരാൻ അവൻ ആഗ്രഹിച്ചു. വലുതായി സിനിമാ നടനായി കഴിയുമ്പോൾ അച്ഛന്റെ മുഖത്ത് അതേ എക്സ്പ്രഷൻ എനിക്ക് വീണ്ടും കാണാൻ സാധിക്കുമെന്ന് അവൻ കരുതി. അതിനു വേണ്ടിയിട്ടായിരുന്നു അവന്റെ ചാൻസിന് വേണ്ടി ഇത്ര കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത്. ഇത്രയൊക്കെ ഞാൻ ശ്രമിച്ചിട്ടും അച്ഛന്റെ മുഖത്ത് ദേഷ്യവും നിരാശയും മാത്രമാണ് എനിക്ക് കൊണ്ടുവരാൻ സാധിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ കരഞ്ഞുകൊണ്ട് അയാളുടെ കാല് പിടിക്കുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഇവൻ അഭിനയിച്ച് കാണിക്കുകയാണെന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. എന്നാൽ അവന്റെ ഉള്ള വിഷമങ്ങളാണ് അതെന്ന് ആർക്കും മനസ്സിലായില്ല. അവന്റെ അഭിനയം കണ്ട് എല്ലാവരും കൈയടിക്കുന്നു. ഇത് കാണുമ്പോൾ സുമിത്തിന് ദേഷ്യം വരുന്നുണ്ട്. സുമിത്തിനോട് അവൻ വന്ന് പറയുന്നുണ്ട് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരെയൊന്നും സഹായിച്ചില്ലേലും വേണ്ടിയില്ല, ഇങ്ങനെ ദ്രോഹിക്കരുതെന്നാണ് അജീഷ് പറയുന്നത്. അവളുടെ ഈഗോ തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെപ്പോലുള്ള പാവങ്ങളെ ബലിയേടാക്കരുത്. അവൻ അവിടെ നിന്ന് അതും പറഞ്ഞിട്ട് പോകാൻ തുടങ്ങിയതും അവിടേക്ക് ഹരിഹരനും ആശയം വരുന്നു. തന്റെ മകന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ഹരിഹരനും ആശയും അവിടെ വെച്ച് കണ്ടിരുന്നു. അച്ഛനെ കണ്ടതും അവൻ ഓടിപ്പോയി അച്ഛനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ സുമിത്ത് വന്ന് അവരോട് പറയുന്നുണ്ട് നിങ്ങൾ എന്തൊക്കെ വിചാരിച്ചാലും സിനിമയിൽ നിങ്ങളെ ഞാൻ വളരാൻ അനുവദിക്കില്ല എന്ന്. നിങ്ങൾക്കൊന്നും ഒരു ഗോഡ് ഫാദർ ഇല്ല, ഞാനൊരു നെപ്പോ കിഡാണ്. അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ആൾക്കാരുടെ സഹായമൊന്നും വേണ്ട സിനിമയിലെത്താൻ. ഞാൻ എല്ലാ കാലത്തും ഇവിടെ തന്നെ തുടരും. എന്നാൽ ഇത് കേട്ട് ആശ പറയുന്നുണ്ട് നല്ല ടാലന്റും കുറച്ച് ഭാഗ്യമുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും സിനിമയിലേക്ക് വരാം. പിന്നെ മലയാള സിനിമ ഇവിടെ നിൽക്കുന്ന ഹരിഹരന്റെയോ അജീഷിന്റെയോ സുമിത്ത് എന്ന് പറയുന്ന നിങ്ങളുടെയോ തന്തയുടെ വകയല്ല. അതും പറഞ്ഞിട്ട് അവർ അവിടെ നിന്നും പോയി. അതേസമയം റിയയാകട്ടെ അവളുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കഥ മുഴുവൻ പ്രൊഡ്യൂസറെ പറഞ്ഞു കേൾപ്പിക്കുന്നു. അയാൾക്കും ആ സിനിമ ചെയ്യാൻ ആഗ്രഹമുണ്ട്. ഇതിലപ്പോൾ ആരെയാണ് കാസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ റിയയുടെ മനസ്സിൽ ആ റിയൽ സ്റ്റോറിയിലുള്ള ആൾക്കാർ തന്നെയായിരുന്നു നമ്മുടെ ഹരിഹരനും അജീഷും. അവരെ വെച്ച് റിയ ആ സിനിമ ചെയ്യുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയിലേക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.